ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ദീപാവലി സ്പെഷ്യലായിട്ടുള്ള, അതായത് ദീപാവലിൻ്റെ അന്നത്തെ ആ ദിവസം ഉള്ള സ്വീറ്റ്സും എല്ലാമാണ് കാണിക്കുന്നത്. അപ്പോൾ സേമിയ ശർക്കര പായസം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ദീപാവലിൻ്റെ ആ സ്വീറ്റ് ബോക്സ് അതിലുള്ള ആ പലഹാരങ്ങളൊക്കെ ഇന്ന് കഴിക്കുന്നത്, അതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് കാണാം. ഇപ്പോൾ ദീപാവലി മിഠായിൻ്റെ ബോക്സാണ്. ഇതിങ്ങനെ കടയിൽ നിന്ന് ബോക്സായിട്ട് തന്നെ വാങ്ങി കിട്ടുമല്ലോ. അപ്പോൾ അതൊന്ന് നമുക്ക് തുറന്ന് എന്തൊക്കെ നോക്കാം. ഉണ്ടോ, ഇതാണ് ബോക്സിലുള്ളത്. എല്ലാ തരത്തിലുള്ളതും ഉണ്ട് ഇതിൽ. ഇനി ഏതായാലും തുറന്നു നോക്കാം. എല്ലാ തരത്തിലുള്ള മധുരപലഹാരങ്ങളുണ്ട്. പലതരത്തിലുള്ള മധുരപലഹാരങ്ങൾ. ഇനി അമ്മയ്ക്ക് ഇങ്ങനെ കുറച്ച് കൊടുക്കാം. അധികം കഴിക്കില്ല, മധുരമല്ലേ. ഇതിൽ ലഡു, പിന്നെ ഈ റവയുണ്ടും കടലമാവ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ, പഞ്ചസാര പാവിൽ ഉണ്ടാക്കിയ മധുരങ്ങൾ തന്നെയാണ് ഇതിൽ. ഹലുവ ഉണ്ട്. ഇങ്ങനെ ലഡു, ഹലുവ, ഇവിടത്തേക്ക് ഈത്തപ്പഴം ലഡു. മധുരാണ്. സാധാ ലഡു.
ഭയങ്കര എല്ലാം മധുരം, നല്ല മധുരമാണ്. അപ്പോൾ എനിക്ക് പിന്നെ മധുരം ഇഷ്ടമാണ്. അമ്മ പിന്നെ അധികം മധുരം വലിയ ഇഷ്ടമല്ല അമ്മയ്ക്ക്, അതുകൊണ്ട് കുറച്ച് കഴിച്ചിട്ടുള്ളൂ. ഞാൻ ഇപ്പോൾ ഇരുന്ന ഇരിപ്പിൽ ഒരു പെട്ടിയൊക്കെ സുഖമായിട്ട് അകത്താക്കും. ഭയങ്കര ഇഷ്ടം മധുരം. ഇപ്പം തന്നെ ഏകദേശം ഒരു 3/4 ഭാഗം കഴിഞ്ഞു ആ പെട്ടീൻ്റെ. ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ. നമുക്ക് ഇനി പായസം ഉണ്ടാക്കാനുള്ളതാണ്. അതായത് സേമിയയും ശർക്കരയും കൂടി കൂട്ടിയിട്ട് പായസം. അതപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല, അതപ്പോൾ ഇവിടെ ഉണ്ടാക്കണ മധുരം. ഇത് പിന്നെ നമ്മൾ കടയിൽ നിന്ന് നല്ല ബേക്കറിയിൽ തന്നെ നോക്കിയിട്ട് വാങ്ങിയ ബോക്സാണ്. അതാണിപ്പോൾ നമ്മൾ കഴിച്ചത്. അപ്പം ഇനി പായസത്തിൻ്റെ പണിയാണ്. അപ്പോൾ ഇനി നമ്മളിവിടെ വീട്ടിലുണ്ടാക്കുന്ന സേമിയ പായസമാണ്, ശർക്കര ചേർത്തുള്ള. അപ്പോൾ ആദ്യം സേമിയ ഒന്ന് വറുക്കുക. നെയ്യിൽ സേമിയ വറുക്കാണ്. സ്റ്റീലിൻ്റെ ഉരുളിയിൽ ലേശം വെള്ളം വയ്ക്കുക. വെള്ളം ഏകദേശം ചൂടായി വരുന്നുണ്ട്, തിളച്ച് വരുന്നുണ്ട്. ആ തിളയുമ്പോഴേക്ക് നമ്മൾ വറുത്ത് വെച്ച സേമിയ ഇടാം. നല്ലപോലെ ഇളക്കുക. സേമിയ വെന്ത് വരുന്നുണ്ട്. അത് വെക്കുക, സേമിയാണ്. അതോടെ അത് വേഗം വേവണ സാധനമാണ്. ഒക്കെ വെന്ത് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കുക. ഒരു 4 ശർക്കര ഇടുന്നുണ്ട്. ശർക്കര ഇട്ട് നന്നാക്കി ഇളക്കി എടുക്കുക. 4 ശർക്കര. ഇനി മധുരം വേണമെങ്കിൽ ഇത് പിന്നെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പായസം റെഡിയായി. ശർക്കരയിലെ സേമിയ പായസം രസമാണ്. ഇനി നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും വഴറ്റിയെടുക്കുക. അത് പായസക്ക് ചേർക്കുക. നല്ല പച്ചമോര്. ഈ ഉച്ചയ്ക്ക് ഊണൊഴിക്കായി. ചോറ്, സാമ്പാർ, മത്തൻ്റെ ഓലൻ, പപ്പടം, അതാണുള്ളത്. ഇന്ന് കാര്യമായിട്ട് മധുരത്തിനാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. Netly. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.